സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ സുജൂദിലേക്ക് പോകും. ഇതിൽ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസം. ഇപ്പൊ സുജൂദിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം കാൽമുട്ടാണോ നിലത്ത് വെക്കേണ്ടത് അതോ കൈയാണോ കുത്തേണ്ടത്? പണ്ടേ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് കാൽമുട്ടാണോ നിലത്ത് വെക്കേണ്ടത് അതോ കൈ കുത്തിയിട്ട് പിന്നെ രണ്ട് കാലിന് മുട്ടാണോ വെക്കേണ്ടത്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. രണ്ട് നിലക്കും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഒന്നാമത്തത്, ആദ്യം കാൽമുട്ടാണ് വെക്കേണ്ടത് കൈക്ക് മുമ്പ് എന്ന് പറയുന്നവർ തെളിവായിട്ട് പറയുന്നത് വാഖിൽ ഇബ്നു ഹുജ്ർ റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബിയുടെ ഹദീസ്. അദ്ദേഹം പറയുന്നു, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ വളഅ റുക്ബതൈഹി ഖബല യദൈഹി വഇദാ നഹള റഫഅ യദൈഹി ഖബല റുക്ബതൈഹി. ഇത് അബൂ ദാവൂദ്, തിർമിദി, നസാഇ, ഇബ്നു മാജ എന്നീ മുഹദ്ദിസീങ്ങൾ നിവേദനം ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് ഞാൻ കണ്ടു. സുജൂദ് ചെയ്യുമ്പോൾ നബി തന്റെ ഇരു കാൽമുട്ടുകളും വെക്കുന്നു, രണ്ട് കൈ വെക്കുന്നതിന്റെ മുമ്പ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ, അതായത് റക്അത്തിലേക്ക് എഴുന്നേൽക്കുമ്പോൾ തന്റെ രണ്ട് കാൽമുട്ടുകൾക്ക് മുമ്പ് തന്റെ രണ്ട് കൈ ഉയർത്തിയതായിട്ട് ഞാൻ കാണുകയുണ്ടായി. ഇതാണ് പ്രവാചകന്റെ സുജൂദിനെ പറ്റി വന്ന ഒരു റിപ്പോർട്ട്. ഇനി കൈ വെക്കണം എന്ന് പറയുന്ന ആൾക്കാർ തെളിവ് പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മറ്റൊരു ഹദീസാണ്. قال رسول الله صلى الله عليه وسلم إذا سجد أحدكم فلا يبرك كما يبرك البعير وليضع يديه ثم ركبتيه. നിങ്ങളിൽ ഒരാൾ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഫലാ യബുറുക്ക്, അവൻ മുട്ടുകുത്തരുത്, കമാ യബുറുക്കുൽ ബഈറു, ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ, വൽയദഅ യദൈഹി, അവൻ രണ്ട് കൈകൾ ആദ്യം വെക്കട്ടെ, സുമ്മ റുക്ബതൈഹി, പിന്നെ അവന്റെ രണ്ട് കാൽമുട്ടുകളും നിലത്ത് വെക്കട്ടെ. ഇപ്പൊ രണ്ട് ഹദീസുകൾ. ഈ രണ്ട് ഹദീസുകൾക്കും ചില ന്യൂനതകളുണ്ട്. അതുകൊണ്ട് രണ്ടും ഏതാണ് പ്രബലം എന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് പണ്ഡിതന്മാർ ചിലർ പറഞ്ഞു കാണുന്നത് രണ്ട് അടിസ്ഥാനത്തിലും പ്രവർത്തിക്കാവുന്നതാണ് എന്നാണ്. അപ്പൊ ചില ആൾക്കാർ സംശയം പറയുന്നത്, ഒട്ടകം മുട്ടുകുത്തുമ്പോ ആദ്യം കൈയാണല്ലോ, ഒട്ടകം കൈയാണല്ലോ വെക്കുന്നത്, അങ്ങനെ ചെയ്യരുത് എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. ഒട്ടകം മുട്ടുകുത്ത് നമ്മൾ കണ്ടോ, ആദ്യം കൈയാണ് ആദ്യം കുത്തുക, അതിന്റെ മുമ്പിലുള്ള രണ്ട്. അപ്പോ ഭാഷാ പണ്ഡിതന്മാർ പറയുന്നത് മനുഷ്യന്മാരുടെയൊക്കെ കാൽമുട്ട് കാലുമ്മലും മൃഗങ്ങളുടെയൊക്കെ കാൽമുട്ട് എന്ന് പറയുന്നത് അവരുടെ കയ്യിലുമാണ്. അതുകൊണ്ടാണ് ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ മുട്ടുകുത്തരുത് നദീൽ പറഞ്ഞത്. അപ്പൊ ആദ്യം കൈ വെക്കണം, പിന്നെ കാൽമുട്ട് വെക്കാവൂ. ഏതായാലും രണ്ട് നിലക്കും വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതേ ചെയ്യാവൂ, ഇന്നത് മാത്രമേ ശരിയുള്ളൂ എന്ന് പറയാൻ തക്ക തെളിവുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബഹുഭൂരിപക്ഷവും പറയുന്നത് ആദ്യം കാലിന്റെ മുട്ട് വെക്കുക, പിന്നെ കൈ വെക്കുക. എന്നാൽ ആദ്യം കൈ വെക്കണം, കാല് പിന്നെ വെച്ചാൽ മതി എന്ന് പറയുന്നവരുണ്ട്. രണ്ടായാലും രണ്ടും അനുവദിക്കപ്പെടുന്ന രൂപങ്ങളാണ് എന്ന് ആ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.